കാര്യം മറ്റേത് നമ്മൾ നേരിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു വികാരത്തിൻ്റെ പുറത്താണ്. അത് ശരിക്കും അർഹരായ എവിടെ നിന്ന് എത്തിപ്പെടുമെന്നറിയില്ല. പക്ഷേ അറിഞ്ഞിടത്തോളം ചീഫ് മിനിസ്റ്ററിൻ്റെ ഫണ്ട് കൃത്യമായുള്ള ഓഡിറ്റിങ്ങിനും ഒക്കെ വിധേയമായിട്ടുള്ളൊരു ഫണ്ടാണ്. പണ്ട് ഈ ദേവസ്വത്തിൻ്റെ പൈസ എടുത്ത് സർക്കാർ പൂട്ടടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ വെറുതെ പറഞ്ഞ് ഉണ്ടാക്കണം. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ കാരണമാണ് നേരിട്ട് കൊടുക്കാം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ ഇത് തന്നെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക. കൃത്യമായിട്ട് അത് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്ന വിശ്വാസം. നേരിട്ട് കൊടുക്കൽ അത്രയും പോസിബിൾ അല്ല. കൃത്യമായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അതാണ് നമ്മുടെ അടുത്തുള്ള ഒരാൾക്ക് സഹായം ചെയ്യണമല്ലല്ല. കേരളത്തിൽ നിന്ന് മൊത്തം പൈസ കളക്ട് ചെയ്ത് നമ്മൾ അവിടെ ചെന്നിട്ട് ആരെ കോണ്ടാക്ട് ചെയ്യും? ഇതാണ് ഏറ്റവും നല്ലത്. കാര്യം ഗവൺമെൻറ് ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. ചീഫ് മിനിസ്റ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തന്നെ മേൽനോട്ടത്തിൽ നടക്കുന്നതാണ്. അത് മിസ്യൂസ് ചെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ അതിനൊരു ഓഡിറ്റിങ്ങും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കഴിയുന്നതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെയാണ് പൈസ കൊടുക്കേണ്ടത്. തന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 1-2 കേസുകൾ ആ സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് അറിഞ്ഞിട്ടുള്ളൂ. അത് മൊത്തം പ്രവർത്തനത്തിന് ബാധിക്കുമെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കഴിയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അങ്ങനെ തന്നെയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളത് തന്നെയാണ്, അത് പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് മറ്റ് ചിന്തകളൊക്കെ മാറ്റി വെക്കലാണ് അതിൻ്റെ ശരിയായ നടപടി. അത് പ്രൊമോട്ട് ചെയ്യണം. അല്ല, അത് 2 വശമുണ്ട് അതിൽ. മറ്റേ ദുരിതാശ്വാസം, മറ്റേ പ്രളയത്തിൽ ദൂരത്തിൻ്റെ കുറേ ഫണ്ട് വന്നിട്ട് ഇതുവരെ കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതൊന്ന്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ചെറിയൊരു കിട്ടാത്ത, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറേ ആൾക്കാർക്കുള്ളതുകൊണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, നമുക്കൊരു എല്ലാത്തിനും ഒരു ഇത് വേണമല്ലോ. മുഖ്യമന്ത്രിയുടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. മറ്റുള്ള സാധാരണ ഒരാൾ വന്നിട്ട് വെച്ച് ഫണ്ട് സംഭാവന ചെയ്യാൻ ആരും ചെയ്തില്ല. അതിനൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യണം. അത് വിനിയോഗിക്കേണ്ടത് അവരുടെ കടമ. അത്രേ ഉള്ളൂ. അപ്പം നമ്മളൊരു ഭരണത്തിൻ്റെ തലവൻ ആണല്ലോ. നമ്മളിവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറയണ വേറെ അപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. അതാണ് ഏറ്റവും കൂടുതൽ സേഫ്. നമുക്ക് അതിൻ്റെ സത്യം. അതിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യണം. നമ്മളിപ്പോൾ മറ്റേ ബേബിച്ച മുന്നൂറൊക്കെ പറഞ്ഞ പോലെ 100 വീട് വെച്ച് കൊടുക്കും. അങ്ങനെ ഓരോ ആൾക്കാർ പറഞ്ഞ പോലെ ചെയ്യും ഇത്. പക്ഷെ എന്നാലും നമ്മൾ ഫണ്ടെന്ന് പറയുമ്പോൾ, സർക്കാരിൻ്റെ ഫണ്ടെന്ന് പറയുമ്പോൾ അതിനൊരു എന്താണ്, അതൊരു സത്യമായിട്ട് ആൾക്കാർ തോന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഫണ്ട് സ്വരൂപിക്കണം പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുവന്ന് തരില്ല. അപ്പോൾ അതിൻ്റെ റേറ്റ് അതാണ്. അതങ്ങനെ നടക്കട്ടെ. അത് ചീത്ത നല്ലതെന്നാണ് നമ്മുടെ ഭരണത്തിലേക്ക് ആൾക്കാർ നോക്കണം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. എൻ്റെ ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ പോയ പ്രാവശ്യം കൊടുത്തതിൻ്റെ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോയെന്നൊന്നും കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നേരിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതിന് നേരിട്ട് പോയിട്ട് കണ്ടിട്ട്, ഇപ്പോൾ ബോബി ചമ്മണൂർ ഇവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നേരിട്ട് പോയിട്ട് ഡയറക്റ്റായിട്ട്, അതൊക്കെ ഏറ്റവും നല്ലതെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അത് കുറേ പേര് ചെയ്യുമ്പോൾ ഒരു ക്ലാഷ് ആയി പോവില്ലേ, ഡയറക്റ്റ് അങ്ങോട്ട് എത്തുക എന്നുള്ള? അങ്ങനെയുണ്ട്. പക്ഷേ കുറേ വേറെ ചാരിറ്റിയൊക്കെ ഉണ്ടല്ലോ, അതിൽ കൊടുത്താൽ പോരെ എൻ്റെ അഭിപ്രായം. മറ്റുള്ളതിൻ്റെ കാര്യം അറിയത്തില്ല. ദുരിതാശ്വാസ സംഭാവന നിധിക്ക് 1000 അക്കൗണ്ട് എന്ന് പറയുന്നത് ആർക്ക് ഏത് സാധാരണക്കാരന് വേണമെങ്കിലും അത് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അതിലൂടെ അറിയാനും പറ്റും. കറക്റ്റ് കിട്ടേണ്ടവരുടെ കയ്യിൽ തന്നെ കിട്ടുകയും ചെയ്യും. വേറൊരാളുടെ കൈ വഴി കൊടുക്കുമ്പോൾ അവിടെ പല സാധ്യതകളുണ്ട്. ഇപ്പോൾ എടുക്കുന്ന വ്യക്തി ബാധിതർക്ക് എന്തോരം കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോരുത്തർ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ എടുത്ത് പോയി ഇങ്ങനെ കിട്ടേണ്ട ശരിക്കുള്ള എമൗണ്ട് അവർക്ക് കിട്ടണമെന്നില്ല. അങ്ങനെയാണ് ആൾക്ക് വിശ്വാസം ഇല്ലാതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ സംസാരിക്കുന്നത്. ഡയറക്റ്റ് കൊടുക്കുന്നത് ഡബിൾ സംഭാഷണം പറഞ്ഞിട്ടുണ്ട്, ഡയലോഗ് വന്നിട്ടുണ്ട്. ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു, ഒന്നും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിക്ക് മുമ്പ് കൊടുത്തിരുന്ന പൈസ ആൾക്ക് എത്തിയോ എത്തിയില്ല എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഇവിടെ സുനാമി പോലത്തെ പല പല സംഭവങ്ങളും പ്രളയം ഇതൊക്കെ വന്നിട്ടൊക്കെ ജനങ്ങൾക്ക് ഭൂരിപക്ഷം ആളെ കിട്ടിയില്ല. ഇതിപ്പോൾ ഡയറക്റ്റ് കൊടുത്തതിൽ ആരെങ്കിലും എത്തിച്ചേരും. ഇതപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ആകുമ്പോൾ മുഖ്യമന്ത്രി എൻ്റെ അഭിപ്രായം പറയുന്നത് മുഖ്യമന്ത്രിൻ്റെ കൊടുക്കണമല്ലേ നല്ലത്. കാരണം എന്താ വെച്ചാൽ അത് ആൾക്ക് ചോദ്യം വരും, അങ്ങനെ പൈസ എന്ത് ചെയ്ത് അങ്ങനെ അതുള്ള ചോദ്യം വന്നാൽ ചില മുഖ്യമന്ത്രി സമാധാനം പറയേണ്ടി വരും. അപ്പോൾ അത് മുഖ്യമന്ത്രിക്ക് എത്ര നല്ലത്. മറിച്ച് മറ്റുള്ളവരെ കൊടുത്ത് ആരെങ്കിലും കൊടുത്ത് എങ്ങനെ കൊടുത്തെന്നുള്ള അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ജനങ്ങൾ ഡയറക്റ്റ് കൊണ്ട് കൊടുക്കണം. ഈ സംഭവിച്ച സ്ഥലത്ത് അവിടെ പോയിട്ട് അവരുടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് രണ്ടിലൊന്നും പറ്റും. അല്ലാതെ വേറെ പല സ്ഥലത്തോട് കൊടുത്തു കഴിഞ്ഞാൽ ആര് കൊടുത്ത് ഇവർ കൊടുത്തെന്ന് അറിയാൻ പറ്റില്ല. മുഖ്യമന്ത്രി കൊടുത്തതിൻ്റെ ചോദ്യം വരും, എങ്ങനെ ഇത്ര പൈസ എന്ത് ചെയ്ത്. അതെപ്പോഴും നല്ലൊരു പ്രശ്നം.